സുജേച്ചി എന്നും വിളിച്ച് രഞ്ജിത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ ഓടിക്കേറി. ആരെയും കണ്ടില്ല. ചുറ്റും നോക്കി, ആരുമില്ല. വീടിൻ്റെ പുറകുവശത്ത് നിന്ന് ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ സുജേച്ചി മാങ്ങ പറക്കുന്നു. രഞ്ജിത്ത് മാവിൻ്റെ മുകളിൽ മാങ്ങ പറിച്ച് താഴേക്കിടുന്നു. കണ്ടപാടെ രഞ്ജിത്ത് എന്നെ നോക്കി കൈ കാണിച്ചു. കുമ്പിട്ട് നിന്ന് മാങ്ങ പറക്കുന്ന സുജേച്ചി എന്നെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുറേ ദിവസമായി ഇവനോടൊന്ന് പറയുന്നു. ഇന്നാ നേരം കിട്ടിയത്. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ മാങ്ങ പഴുത്തു പോയാനെ. ഞാൻ ചിരിച്ചു കാണിച്ചു. വേറെ ഒന്നും നോക്കില്ല. ഞാനും അവരെ സഹായിച്ചു. നാളെ രഞ്ജിത്ത് പോവാ. അവന് ടൗണിൽ പോയി എന്തൊക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഇപ്പോൾ കിട്ടിയ പണി മാങ്ങ പെറുക്കൽ. എന്തായാലും എനിക്ക് സന്തോഷമായിരുന്നു. ഒറ്റ കാരണം സുജേച്ചിയാണ്. രഞ്ജിത്തിൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ മനസ്സിലെ മാലാഖയാണവർ. മനസ്സിൽ കൊണ്ടു നടക്കുന്നതെന്നേ ഉള്ളൂ. പുറമേ ഒരു നോട്ടം കൊണ്ട് പോലും ചേച്ചിയെ അറിയിച്ചിട്ടില്ല. ഇനി ഇവരെ പരിചയപ്പെടുത്താം. രഞ്ജു എന്ന രഞ്ജിത്ത്, എൻ്റെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരൻ. ഇപ്പോൾ അവന് ബാങ്കിൽ ജോലി കിട്ടി. പൈസ കൊടുത്തിട്ട് കിട്ടിയതൊന്നും അല്ല. കോപ്പറേറ്റ് ബാങ്കിൽ പരീക്ഷ എഴുതി തന്നെ കിട്ടിയതാ. നാളെ അവൻ തൃശ്ശൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോയിൻ ചെയ്യാൻ പോവാ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിനക്ക് പണിയൊന്നും ആയില്ലെന്ന്. ഞാൻ അച്ഛനെ സഹായിച്ച് നടക്കുന്നു. അച്ഛൻ കോൺട്രാക്ടറാ. കുറേ പണിക്കാരുണ്ട്. അവരെ മേയ്ക്കുന്ന പണിയാ എനിക്കിപ്പോൾ. ഒന്നും പറയണ്ട, പണിക്കാരെ പണിയെടുപ്പിക്കാൻ ഇത്തിരി പാടാ. എന്നാലും എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സാർ പദവി കിട്ടുന്നത് കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അത് മാത്രമല്ല, അച്ഛൻ കൂടുതൽ ഈ ഗവൺമെൻറ് ജോലിക്കാരുടെ വീടാ കോൺട്രാക്റ്റിനെടുക്കുക. അതുകൊണ്ട് തന്നെ നല്ല ക്ലയൻസ് ആയിരിക്കും. എല്ലാം കൊണ്ടും സന്തോഷം മാത്രം. പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടത് എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയുടെ സൗന്ദര്യത്തിലായിരുന്നു. 40 വയസ്സൊക്കെ കാണാം അവർക്ക്. എന്താ ഞാനിപ്പോൾ പറയാ, ഒരു വല്ലാത്ത സൗന്ദര്യം. ഒരു സാധാരണ കുടുംബമാണ് രഞ്ജുവിൻ്റെ. സാമ്പത്തികമായി വലിയ കൂട്ടരൊന്നും അല്ല. അവൻ്റെ അച്ഛൻ ഒരു വക്കീൽ ഗുമസ്തനാണ്. അമ്മ വീട്ടിൽ തന്നെ. പിന്നെ വീടിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഒരു ക്ഷയിച്ച പണ്ടത്തെ നായർ തറവാട്. ഈയിടെ അവൻ്റെ അച്ഛന് KSFയിൽ നിന്നും കുറി കിട്ടിയ 20 ലക്ഷവുമായി വീട് പണി തുടങ്ങണമെന്നും പറഞ്ഞ് എൻ്റെ അച്ഛനെ സമീപിച്ചിരുന്നു. ഇപ്പോൾ അടുത്ത് തുടങ്ങുമെന്നാ പറയുന്നേ. അങ്ങനെ രഞ്ജുവിനെ രാത്രി ഒറ്റപ്പാലം സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ ഗേറ്റ് വിട്ട് ഞാൻ ബൈക്കിൽ വരുമ്പോൾ മുഴുവൻ എൻ്റെ ചിന്തയെല്ലാം സുജേച്ചിയെക്കുറിച്ചായിരുന്നു. സെറ്റ് സാരി ഉടുത്തേ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. നല്ല ഹൈറ്റുള്ള പെണ്ണാണ്. അതുപോലെ തന്നെ നല്ല നീളൻ മുടിയും. നരൻ സിനിമയിലെ നമ്മുടെ ജാനകിയില്ലേ, അതുപോലെ തന്നെ. മുഖത്തെപ്പോഴും എണ്ണമയമുണ്ടെന്നുപോലെ തോന്നാറുണ്ട്. ഇതൊക്കെ ആലോചിച്ച് നേരെ വീട്ടിലെത്തിയത് അറിഞ്ഞില്ല. അച്ഛൻ ഉമ്മർത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. സൈറ്റിലെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് നാളെ എന്നോട് രഞ്ജുവിൻ്റെ അച്ഛന് വീടിൻ്റെ പ്ലാൻ കാണിക്കാൻ പറഞ്ഞ് പ്ലാൻ എൻ്റെ കയ്യിൽ തന്നു. എന്തോ ആവോ, നാളെ ചേച്ചിയെ കാണാൻ പറ്റുമെന്ന ചിന്തയിൽ ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിച്ചു. വേഗം ഫുഡെല്ലാം കഴിച്ച് കിടക്കുമ്പോഴും ചേച്ചിയുടെ മുഖം തന്നെ മനസ്സിൽ. ചേച്ചിയോട് എങ്ങനെയെങ്കിലും കൂട്ടാകണം. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാം ആസ്വദിക്കണം. ഞാൻ മനസ്സിൽ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ചേച്ചിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഞാനങ്ങ് തുടങ്ങി. പിറ്റേന്ന് പണിയെല്ലാം കഴിഞ്ഞ് പണിക്കാരുടെ ക്യാഷെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ 6 മണിയായിരുന്നു. ഇനി പെട്ടെന്ന് രഞ്ജുവിൻ്റെ വീട്ടിൽ പോകണം. അവൻ്റെ അച്ഛൻ 7 മണിക്കെത്തും. മഴയാണെങ്കിൽ ചാറുന്നുമുണ്ട്. വേഗം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പ്ലാൻ ബാഗിൽ വെച്ച് അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. അവിടെ എത്തിയതും മഴ ഒന്നും കൂടി. വേഗം ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് അവൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറുമ്പോൾ ബൈക്കിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ടാണെന്നറിയില്ല, സുജി ചേച്ചി മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. സെറ്റ് സാരി തന്നെ വേഷം. വിളക്ക് കത്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല. നെറ്റിയിൽ ഭസ്മക്കുറിയുമുണ്ട്. കണ്ടപ്പോൾ തന്നെ എൻ്റെ ആൾ തല പൊക്കി. കണ്ടപ്പോൾ തന്നെ സുജേച്ചി, എടാ വേഗം കയറി വാ, ആകെ മഴ കൊണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ ഇപ്പോഴാ മഴ കൂടിയേ, ഞാൻ പറഞ്ഞു. ഞാൻ തോർത്തെടുക്കാം എന്നും പറഞ്ഞ് ഉള്ളിലേക്ക് നടന്നപ്പോൾ എൻ്റെ നോട്ടം പോയത് വേറെടത്തേക്കാണ്.
രഞ്ജുവിൻ്റെ അച്ഛൻ എന്ത് ഭാഗ്യവാനാണല്ലേ എന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് ചേച്ചി തോർത്തിനിക്ക് നേരെ നീട്ടുന്നത്. ഞാൻ അത് വാങ്ങി തോർത്തി അവിടെ കിടന്ന കസേരയിൽ തോർത്ത് വെച്ചപ്പോൾ ചേച്ചി ആ തോർത്തെടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നു. ഡാ, ഇങ്ങനെ തോർത്തിയാൽ നിനക്ക് നാളെ പനി പിടിച്ച് കിടക്കാം. അതും പറഞ്ഞ് ആൾ വന്ന് എൻ്റെ തല തോർത്താൻ തുടങ്ങി. ഞാൻ ആകെ നെട്ടി വിറച്ച് നിൽക്കാണ്. തോർത്തി കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു, നല്ല ചിക്കൻ്റെ മണം ഉണ്ടല്ലോ. അത് വൈകുന്നേരം ചിക്കൻ കറിയും പൊറോട്ടയാണ് കഴിച്ചത്. ചേച്ചി ചിക്കനൊന്നും കഴിക്കാറില്ലേ? ഞാൻ ചോദിച്ചു. ആ, കഴിക്കും. ഇവിടെ വീട്ടിലുണ്ടാക്കലേ ഉള്ളൂ. പണ്ടൊക്കെ ഏട്ടൻ പുറത്തു പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് തരാറുണ്ട്. ഇപ്പോൾ ഒരുപാടായി കഴിച്ചിട്ട്, ചേച്ചി പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോഴും ഞാനൊരു സ്വപ്ന ലോകത്തെന്ന പോലെയായിരുന്നു അവരുടെ മുമ്പിൽ നിന്നുകൊണ്ടിരുന്നത്. ഡാ, ഞാൻ ചായ എടുത്തു തരാം. അതിന് ഞാൻ മറുപടി ഒന്നും പറയാതെ ചേച്ചിയെ തന്നെ നോക്കി നിൽക്കായിരുന്നു. അപ്പോൾ അവർ എൻ്റെ കൈക്കിട്ടൊരു തട്ട് തന്നു. ഡാ, നീ ഇവിടെയൊന്നും അല്ലേ? ആ ആ ശരി, ഞാൻ പറഞ്ഞു. അങ്ങനെ ചായയെല്ലാം കൊണ്ടുവന്നതിന് ശേഷം ചേച്ചി രഞ്ജുവിൻ്റെ അച്ഛനെ വിളിച്ച് ഞാൻ പ്ലാനായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഭയങ്കര മഴയാണത്രേ. എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞു. അത് തന്നെയായിരുന്നു എനിക്കും വേണ്ടത്. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചു. നാട്ടിലെയും വീട്ടിലെയും കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അരമണിക്കൂർ പോയതേ അറിഞ്ഞില്ല. മഴയ്ക്ക് ഒരു കുറവുമില്ല. ഇടിവെട്ടി പെയ്യുന്നു. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലായി. സുചേച്ചി ഒരു മിണ്ടാപ്പൂച്ചയൊന്നും അല്ല. ഒരുപാട് സംസാരിക്കുന്നതൊക്കെ ഇഷ്ടമുള്ള ആളാണെന്നും ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയതാണെന്നും. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ചെറിയൊരു സന്തോഷം. ചേച്ചിയുടെ വീട് കുറച്ച് ദൂരെയാണ്. അപ്പോൾ എപ്പോഴെങ്കിലേ പോവലുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത്രയൊക്കെ ആയപ്പോൾ ഒരു ചൂണ്ടയിട്ട് കൊടുക്കുന്ന ഉദ്ദേശത്തോടെ ഞാൻ ചോദിച്ചു, ചേച്ചി കല്യാണം എത്ര വയസ്സിലാണ് കഴിച്ചേ? അത് 18. 18-ാം വയസ്സിലോ? വെറുതെ അല്ല, 25 വയസ്സുള്ള ഒരു മോനുണ്ടെന്ന് പറയേയില്ല. ആണോ? പിന്നെ എത്രയാ പറയാ? 30 വയസ്സുള്ള മോനുണ്ടെന്നാണോ? ചേച്ചി ഇങ്ങോട്ടടിച്ചു. അല്ല ചേച്ചി, സത്യമായിട്ടും എൻ്റെ അമ്മയ്ക്ക് വയസ്സായിപ്പോയി. മുടിയെല്ലാം നരച്ചു തുടങ്ങി. ചേച്ചിയെ കണ്ടാൽ ഇപ്പോഴും 35, അതിൽ കൂടുതൽ പറയില്ല. ഡാ, നീ എങ്ങോട്ടാ എന്നിങ്ങനെ പുകഴ്ത്തിയിട്ട് എന്ന് ചിരിച്ചുകൊണ്ട് കണ്ണുകൊണ്ട് ആക്ഷനും കാണിച്ചു. എൻ്റെ സാറേ, എൻ്റെ പിടി വിട്ടുപോയിരുന്നു ആ ചിരിയിൽ. ഞാൻ പറഞ്ഞത് സത്യ ചേച്ചി, ഞാൻ വീണ്ടും പറഞ്ഞു. എടാ, എനിക്ക് നരയെല്ലാം വന്നിട്ടുണ്ട് ചക്ക, ചേച്ചി പറഞ്ഞു. വെറുതെ പറയല്ല ചേച്ചി, എൻ്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. ചേച്ചി അത് കേട്ടതും എൻ്റെ അടുത്ത് വന്നിരുന്ന് മുടി പിടിച്ച് മുന്നിലേക്കിട്ട് 2-3 മുടി തിരഞ്ഞു പിടിച്ച് കാണിച്ചു. ഓ, ഇതാണോ? ഇതിപ്പോൾ എൻ്റെ തലയിലുമുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അതല്ല. ചേച്ചിയെ കണ്ടാൽ പ്രായം തോന്നില്ല. പിന്നെ വല്ലാത്തൊരു സുന്ദരിയുമാണ്. ഞാൻ പറഞ്ഞു. എന്താടാ, നിനക്ക് പ്രേമിക്കാൻ ഉദ്ദേശമുണ്ടോ? ചേച്ചി ചോദിച്ചു. ഉണ്ടെങ്കിൽ? ഡാ, മോൻ്റെ കൂട്ടുകാരനൊന്നും നോക്കില്ല. വെട്ടി കാക്കിക്കിട്ട് കൊടുക്കും ഞാൻ, ചേച്ചി പറഞ്ഞു. ഓ, എന്നാ വേണ്ട. സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ തിരിച്ചെടുത്തു. അത് പറഞ്ഞപ്പോൾ ചേച്ചി ചിരിച്ചു. നിന്നെ പെണ്ണ് കെട്ടിക്കാറായി, ചേച്ചി പറഞ്ഞു. ഓ, നമുക്കൊന്നും വേണ്ടേ? അതെന്താടാ, ആരെങ്കിലും ഉണ്ടോ? ഓ, നിങ്ങളുടെ മോൻ്റെ അത്ര സൗന്ദര്യം എനിക്കില്ലാത്തതുകൊണ്ട് നമ്മളെയൊക്കെ ആര് നോക്കാനാ? ഞാൻ പറഞ്ഞു. അവനുണ്ടോടോ പ്രേമൊക്കെ? ചേച്ചി ചോദിച്ചു. ഞാൻ പറഞ്ഞത് പറയല്ലേ. ആരാ ആള്? നമ്മുടെ അടുത്തുള്ളതാണോ? ചേച്ചി വീണ്ടും ചോദിച്ചു. ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ തൊട്ടടുത്തിരുന്ന് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പറയടാ, ഒന്നറിയാനല്ലേ? ഞാൻ പറഞ്ഞാൽ ചേച്ചി അവനോട് ചോദിക്കാൻ നിൽക്കരുത്. ഇല്ലടാ, ഞാൻ ചോദിക്കുകയൊന്നുമില്ല. എന്നിട്ട് എൻ്റെ കയ്യിൽ ഒന്നുകൂടി പിടിച്ചു. എന്നാ സത്യം ചെയ്. ചേച്ചി ചിരിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ സത്യമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ ഓൺ ചെയ്ത്
അവളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ചേച്ചി വാ പൊത്തിപ്പോയി. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഡാ ഇതാരാടാ ഇവൾ? ഇതാണ് ചേച്ചിയുടെ ഭാവി മരുമകൾ. ഏ ഇതൊന്നുമല്ല എൻ്റെ മരുമകൾ. എന്ത് കോലാടാ ഇവള്. അവളിത്തിരി മോഡേൺ ആയിട്ടായിരുന്നു ഡ്രസ്സ് ധരിച്ചിരുന്നത്, അതുകൊണ്ടാണ് ചേച്ചി അങ്ങനെ പറഞ്ഞത്. അതിനെന്താ ചേച്ചി, ഒതുങ്ങി നടന്നിട്ട് എന്താ കാര്യം, ചേച്ചിയെ പോലെ ആകാനോ? ഞാൻ ചോദിച്ചു. അതെന്താടാ എന്നെപ്പോലെ? അല്ല, ചേച്ചി ഇവിടെ അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ സിനിമ നടിയാകേണ്ട ആളായിരുന്നു. ഇങ്ങനെ ഒതുങ്ങിപ്പോയേണ്ട ആളല്ല എന്നും പറഞ്ഞ് ഞാൻ ചിരിച്ചു. ചേച്ചി എന്തോ ആലോചിച്ച് താഴേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, എന്താ ചേച്ചി ആലോചിക്കുന്നേ? ചേച്ചി ഒന്നുമില്ലെന്ന് പറഞ്ഞ് പഴയ സ്ഥലത്തേക്ക് പോയിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. എവിടെയോ ഒരു ചെറിയ ജീവിതനഷ്ടം എന്ന ഫീലിംഗ് ചേച്ചിയിലുണ്ടെന്ന്. ഞാൻ വീണ്ടും ചേച്ചിയോട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. ചേച്ചിയൊന്ന് മിണ്ടിയത് പോലുമില്ല. എനിക്കാകെ എന്തോ പോലെയായി. ഞാൻ വേഗം ചേച്ചിയുടെ അടുത്തേക്ക് പോയി. ചേച്ചി പുറത്തെ മഴ നോക്കിയിരിക്കുക. ഞാൻ പിടിച്ച് കുലുക്കിയിട്ട് ചോദിച്ചു, എന്ത് പറ്റി, ഒരു റിപ്ലൈ ഇല്ലല്ലോ? ഒന്നുമില്ലടാ. പിന്നെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ചേച്ചി പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞത് ആലോചിക്കായിരുന്നു ഞാൻ. ഇങ്ങനെ പുറംലോകം കാണാതെ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു. മോൻ പോലും എന്നോടൊന്നും പറയുന്നില്ല. അവർക്ക് കഴിക്കാനും അവരുടെ ആവശ്യത്തിനും മതി ഞാൻ. ഇങ്ങനെ പ്രണയമൊക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞൂടെ? ഒന്നും പറയില്ല. അച്ഛനാണെങ്കിൽ അതിനേക്കാൾ കഷ്ടം. മൂപ്പർക്ക് രാത്രി 2 എണ്ണം കഴിച്ച് വന്ന് ഭക്ഷണം കഴിച്ച് കിടക്കണം. ഒന്ന് പുറത്തു പോലും കൊണ്ടുപോയിട്ട് കാലം എത്രയായി. ഞാൻ അവർക്ക് വേണ്ടിയല്ലേ ഇങ്ങനെ ജീവിക്കുന്നേ? എന്നിട്ട് ഒരു സ്നേഹം പോലുമില്ല. ചേച്ചി സങ്കടത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ അടുത്തിരുന്ന് മഴയെ നോക്കി ഒന്നാക്കിയ പോലെ ചോദിച്ചു, പ്രത്യേക സ്നേഹം ഒന്നുമില്ലേ? പിന്നെങ്ങനെ രഞ്ജു ഉണ്ടായേ? അത് കേട്ടതും ചേച്ചി കൈ നീട്ടി എൻ്റെ തലക്കിട്ടതും തന്നു. ആഹാ, നീ കൊള്ളാലോ. കൂട്ടുകാരൻ്റെ അമ്മയോടാണോടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചേച്ചി ചോദിച്ചു. കൂട്ടുകാരൻ്റെ അമ്മയായത് ഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാവുമായിരുന്നു എൻ്റെ പെണ്ണായിട്ട് ഈ സുന്ദരി കുട്ടി. ഇതും കൂടി പറഞ്ഞപ്പോൾ ചേച്ചിയുടെ മുഖം ചുവക്കുന്നത് ഞാൻ കണ്ടു. നിനക്ക് ഭ്രാന്താണ് ചക്ക, ചേച്ചി പറഞ്ഞു. ആ, കുറച്ച് ഭ്രാന്തനൊന്ന് കൂട്ടിക്കോ. പ്രായത്തിൻ്റെ മാറിക്കോളും, ചേച്ചി വീണ്ടും പറഞ്ഞു. ഞാൻ ചേച്ചിയുടെ കണ്ണിൽ നോക്കി പറഞ്ഞു, ഇത് മാറാത്ത ഭ്രാന്താണെങ്കിലോ? കണ്ണുകൾ തമ്മിൽ ഉടക്കി ചേച്ചിക്ക് ഉത്തരമൊന്നും വന്നില്ല. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, സത്യ ചേച്ചി. ഡാ, നീ എന്തൊക്കെയാ പറയുന്നേ? സത്യം. ഒരിക്കലും പറയണമെന്ന് വിചാരിച്ചതല്ല. എന്തോ ദൈവം ഇപ്പോഴെങ്കിലും പറയിപ്പിച്ചതാകും. ചേച്ചി, നിങ്ങൾ ഒടുക്കത്തിൽ ലുക്കാണ്, എനിക്കിഷ്ടവുമാണ്. ഞാൻ പറഞ്ഞു. ചേച്ചി എന്നെ തറപ്പിച്ചു നോക്കി. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. പറയണ്ടെന്ന് വിചാരിച്ചതാ ഇത്രയും കാലം. എത്രയും കാലം? ചേച്ചി ചോദിച്ചു. ഞാൻ വലുതായ മുതൽ. ചേച്ചി ഒന്ന് പൊട്ടിത്തിരിച്ചു. നീ എന്നാടാ വലുതായേ? അത് കുറേ കാലമായി. ഞാൻ പറഞ്ഞു. സംസാരം വേറെ തലത്തിലേക്കാണ് പോകുന്നതറിഞ്ഞ് ചേച്ചി വീണ്ടും വീട്ടമ്മയിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനത്തെ സംസാരമൊന്നും വേണ്ട. നീ എൻ്റെ മകൻ്റെ കൂട്ടുകാരനാ. എനിക്ക് മനസ്സിലുള്ളതെല്ലാം ഒരു കൂട്ടുകാരിയോട് പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റിയതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. ഇനി ഇങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട കേട്ടോ. ആരോ വരുന്നുണ്ട്, ചേച്ചി പറഞ്ഞു. ചേച്ചി നിൽക്ക്, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇനി എന്താ? ചേച്ചിയെ ഞാൻ എന്നെ സ്വന്തമാക്കും, ചേച്ചി നോക്കിക്കോ. ഡാ, നിനക്ക് തല്ല് കിട്ടോട്ടോ, ചേച്ചി പറഞ്ഞു. അപ്പോഴേക്കും രഞ്ജുവിൻ്റെ അച്ഛൻ വന്നു. പിന്നെ പ്ലാനെല്ലാം കാണിച്ച് എല്ലാം സംസാരിച്ച് തിരിച്ച് ബൈക്കിൽ കയറിയപ്പോഴേക്കും നോട്ടം ചേച്ചിയിലായിരുന്നു. പവിത്രയായ ഭാര്യ അതുകൊണ്ടാവണം എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കിയത് പോലുമില്ല ചേച്ചി. രാത്രി കിടക്കുമ്പോഴും ചേച്ചി തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ. രാവിലെ എഴുന്നേറ്റപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ.
വൈകുന്നേരം 5:30 മേസ്തിരിയെ പണിക്കാർക്കുള്ള കൂലിയും ഏൽപ്പിച്ച് എനിക്കൊരിടം വരെ പോകാനുണ്ടെന്നും പറഞ്ഞ് ഞാൻ നേരെ പോയത് ദേവേട്ടൻ്റെ ഹോട്ടലിലേക്കായിരുന്നു. അവിടെ ചെന്ന് 3 പൊറോട്ടയും ചിക്കൻ ചതച്ചതും വാങ്ങി രഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു. ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും സുചേച്ചി പുറത്തേക്ക് വന്നു. ബൈക്ക് നിർത്തി വന്നപ്പോൾ സുചേച്ചി എന്നോട്, ആഹാ, എന്താ ഇപ്പോൾ ഇങ്ങോട്ട്? ഏയ് ഒന്നുമില്ല, വെറുതെ വന്നതാ ചേച്ചി ഒന്ന് കാണാൻ. അത് കേട്ടപ്പോൾ ചേച്ചി എന്നെ രൂക്ഷമായി നോക്കിയിട്ട്, എന്താ കാര്യം? ഞാൻ ഒന്നും പറയാതെ പഴയ തറവാടിൻ്റെ ഉമ്മറത്തെ സീറ്റിലിരുന്നു. ഡാ പറ, എന്താ കാര്യം? ഞാൻ വീണ്ടും മിണ്ടിയില്ല. ഡാ നീ എന്തൊന്നും മിണ്ടാത്തെ? ചേച്ചി കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു. അത് ഞാൻ ചേച്ചിക്ക് ഒരു സാധനം തരാൻ വന്നതാ. ചേച്ചി എന്താ എന്ന ഭാവത്തോടെ എന്നെ നോക്കി. ഞാൻ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്നും ആ പൊതിയെടുത്ത് ചേച്ചിക്ക് നീട്ടി. ചേച്ചി അത് വാങ്ങിയിട്ട് എന്താ എന്ന് ചോദിച്ചു. ഇന്നലെ ചേച്ചി പറഞ്ഞില്ലേ ചിക്കനൊന്നും കഴിക്കാൻ അങ്ങേര് പുറത്തൊന്നും കൊണ്ടുപോകാറില്ലെന്ന്. ഇത് നല്ല പൊറോട്ടയും ചിക്കൻ കറിയുമാണ്. ഞാൻ പറഞ്ഞു. എന്താടാ ഇത്? ഇവിടെ ഇതൊന്നും കേട്ടില്ല, എനിക്ക് വേണ്ട, നീ തന്നെ കൊണ്ടുപോക്കോ, ചേച്ചി പറഞ്ഞു. പിന്നെ ആർക്ക് കൊണ്ടുവന്നതാ? ഇത് മര്യാദക്ക് കഴിച്ചോ, ഇല്ലാത്ത സമയമുണ്ടാക്കി കൊണ്ടുവന്നതാ, ഞാൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. ചേച്ചി ആകെ വല്ലാത്ത അവസ്ഥയിൽ എന്നെ നോക്കി. ചേച്ചി പോയി പ്ലേറ്റ് എടുത്തിട്ട് വാ, കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ, ഞാൻ പറഞ്ഞു. ഡാ ഇവിടെ ഇതുവരെ ഇതൊന്നും കേട്ടിട്ടില്ല, നീ കൊണ്ടുവന്നതല്ലേ, ഞാൻ കഴിച്ചോളാം, നീ പൊക്കോ, ചേച്ചി പറഞ്ഞു. അത് വേണ്ട, കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എടാ ഇവിടെ പറ്റില്ല, കുളക്കടവിലേക്ക് പോവാം, ചേച്ചി പറഞ്ഞു. ഞാൻ ചേച്ചിയുടെ പിന്നാലെ നടന്നു. ഒരോടുകൊണ്ട് മേഞ്ഞ പഴയ കുളക്കടവ്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ചേച്ചി അവിടെ ഇരുന്ന് വേഗം കവർ പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. ഒരു കഷ്ണം കഴിച്ച് ചേച്ചി എനിക്ക് നേരെയും നീട്ടി. ഞാനത് കഴിക്കാനായി വാ തുറന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഡാ നിന്നെ ഊട്ടാനൊന്നും എനിക്ക് സമയമില്ല, വേണമെങ്കിൽ പിടിക്ക്. ഓ എനിക്ക് വേണ്ട. അത് കേട്ടതും ചേച്ചി എനിക്ക് വാരി തന്നു. അപ്പോൾ ചേച്ചിയുടെ മുഖമെല്ലാം ചുവക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഒന്നും പറയാതെ കഴിച്ചുകൊണ്ടിരുന്നു. എന്താ സുജി, എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ ചോദിച്ചു. ചേച്ചി അത്ഭുതത്തോടെ എന്നെ നോക്കിയിട്ട്, ഡാ ഞാൻ നിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ ചോദിച്ചു. ഡാ നിനക്ക് ഭ്രാന്ത? അതെ ഭ്രാന്ത, ഈ സൗന്ദര്യത്തോടുള്ള ഭ്രാന്ത്. അത് ചേച്ചിക്ക് അറിയണമെങ്കിൽ എൻ്റെ സ്ഥാനത്ത് ചേച്ചിയാവണം. ചേച്ചി ഒന്ന് നോക്കി, ഒന്നും മിണ്ടില്ല. ഒന്നും മിണ്ടുന്നില്ലല്ലോ. പിന്നെ ഒരു കാര്യം, കൂട്ടുകാരൻ്റെ അമ്മയാണെന്നറിയാം, പക്ഷേ കൂട്ടുകാരൻ്റെ ചേച്ചിയാണെന്നേ കണ്ടാൽ പറയൂ, ഞാൻ പറഞ്ഞു. ഡാ മതി, നിർത്തിക്കേ, ഇനി ഞാനും നീയും സംസാരിക്കില്ല. നിനക്ക് അമ്മ ഏതാ പെങ്ങളേതാന്ന് തിരിച്ചറിയാൻ പാടില്ലല്ലോ, ചേച്ചി ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ട് എനിക്കും ദേഷ്യം വന്നു. ഞാനും ദേഷ്യത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്ര സൗന്ദര്യം തന്നത് എൻ്റെ തെറ്റാണോ? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയായിപ്പോയത്? അപ്പോഴേക്കും ചേച്ചി പകുതി കഴിച്ച് ബാക്കിയെല്ലാം കവറിൽ കെട്ടി കുളത്തിലേക്ക് ഇറങ്ങി കൈ കഴുകി. എന്നിട്ട് തിരിച്ച് കരയിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു, നിന്റെ പ്രായത്തിൻ്റെ ഏതൊക്കെ മാറിക്കോളും. നീ വിചാരിക്കുന്ന പോലെ ഞാൻ സുന്ദരിയൊന്നല്ല. നീ നല്ല പെൺപിള്ളേരെ കാണാത്തോണ്ടാ. ഇനി ഇങ്ങനെയൊന്നും പറയരുത്. നീ നല്ല കുട്ടിയായോണ്ടാ ഞാനിങ്ങനെ പറഞ്ഞു തരുന്നേ. അതുകൊണ്ടാ നീ കൊണ്ടുതന്ന ഭക്ഷണം ഞാൻ കഴിച്ചത്, ചേച്ചി പറഞ്ഞു. ശരി, ഞാൻ നല്ല കുട്ടിയൊക്കെയാ. കാണാൻ കൊള്ളത്തുമില്ല, നിറവുമില്ല, ആർക്കും ഇഷ്ടമായില്ല, ചേച്ചിക്കും അത്ര തന്നെ. ഇനി ഞാൻ ഒരു ശല്യമാവില്ല എന്നും പറഞ്ഞ് ഞാൻ കുളത്തിലേക്ക് നോക്കി നിന്നപ്പോൾ ചേച്ചി വന്ന് എൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ കൊള്ളത്തില്ലെന്ന് ആരാ പറഞ്ഞേ? നിൻ്റെ ഈ കണ്ണ് തന്നെ മതി ഏത് പെണ്ണും വീഴാൻ, ചേച്ചി എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഓ, ഭംഗിവാക്ക് പറയാൻ എല്ലാവരെ കൊണ്ടും പറ്റും. കാര്യത്തോടടുക്കുമ്പോൾ തൊലിവെളുപ്പ് നോക്കും. ചേച്ചിക്ക് നല്ല സൗന്ദര്യമുണ്ട്, അപ്പോൾ ചേച്ചിക്ക് എന്തും പറയാമല്ലോ. പിന്നെ ഈ വെളുപ്പ് കൊണ്ട് തന്നെയാ ചേച്ചിയുടെ മോനും പെണ്ണ് കിട്ടിയത്. ഞാൻ ഈ വെളുപ്പ് കണ്ടിട്ടാണോ ഇങ്ങനെ ഇഷ്ടപ്പെട്ടെന്നറിയില്ല. എല്ലാവർക്കും ഉണ്ടായില്ലേ ഒരു വല്ലാത്ത ഇഷ്ടം,
അതെ, എനിക്ക് ആരോടും തോന്നിയിട്ടില്ല, ചേച്ചിയോട് മാത്രമാണ് തോന്നിയത്. ഞാൻ പറഞ്ഞു, ഡാ നീ എന്തൊക്കെയാ പറയുന്നേ? നീ വെളുപ്പല്ലാത്തതുകൊണ്ടല്ല നിന്നെ ഇഷ്ടമാണെന്ന് പറയാത്തേ. നിൻ്റെ അമ്മയുടെ പ്രായമുണ്ട് എനിക്ക്. മറിച്ച് നിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയും കൂടിയാണ് ഞാൻ, ഒരു ഭാര്യയുമാണ് ഞാൻ. ചേച്ചി പറഞ്ഞു. അല്ലേ, എന്നെ ഇഷ്ടമാവുമായിരുന്നോ? ഞാൻ ചോദിച്ചു. പിന്നില്ലാതെ, നിൻ്റെ പ്രായമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കെട്ടിയാനെ, സുചേച്ചി പറഞ്ഞു. എന്നാ എന്നെ കെട്ടുമെന്നും വേണ്ട. ഞാൻ ചോദിച്ച ഒരു കാര്യം തരുമോ? ഞാൻ ചോദിച്ചു. അത് കേട്ടതും ചേച്ചിക്ക് കാര്യം മനസ്സിലായി. ചേച്ചി വേഗം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി. പുറത്ത് നല്ല മഴയാണ്. ചേച്ചി, ഞാൻ വിളിച്ചു. ചേച്ചി ഒന്നും മിണ്ടുന്നില്ല. എന്നെ പിന്തിരിഞ്ഞ് വാതിലിൻ്റെ അടുത്ത് മഴയെ മറക്കുന്ന പോലെ നിൽക്കുകയാണ്. ഞാൻ വീണ്ടും ചേച്ചിയെന്ന് വിളിച്ച് വീണ്ടും അടുത്തേക്ക് പോയി. അപ്പോഴും ചേച്ചിയൊന്നും മിണ്ടുന്നില്ല. ഞാൻ അടുത്തേക്ക് പോയപ്പോൾ കാച്ചിയ എണ്ണയുടെ മണം എനിക്ക് നല്ലവണ്ണം കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒന്ന് നോക്കാനോ അനുവാദം കിട്ടാനോ കാത്തു നിന്നില്ല. ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് പോയി ഒന്ന് വാരിപ്പുണർന്നു. ആ സമയം ചേച്ചി നെട്ടിപ്പോയി. ചേച്ചി എന്നെ മാറ്റി നിർത്തി. എന്നിട്ട് എൻ്റെ കണ്ണിലേക്ക് തുറിച്ചു നോക്കി. ആ സമയം എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ പോവാ, ക്ഷമിക്കണം. എന്തോ ഈ സൗന്ദര്യം കണ്ടിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. അറിയില്ല ഇതെന്താണെന്ന്. ഇപ്പോൾ ഞാൻ ഇവിടെ, എനിക്കിതിന് താല്പര്യമില്ല. എന്തായാലും നിങ്ങളുടെ സമ്മതം വരെ ഞാൻ കാത്തിരിക്കും. അത്രയ്ക്കിഷ്ടമാണ്. അതും പറഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിലേക്കിറങ്ങി ഞാൻ തിരിച്ചു പോകുമ്പോൾ തിരിഞ്ഞൊന്ന് നോക്കിയപ്പോൾ അവൾ എന്നെ തന്നെ നോക്കി നിൽക്കായിരുന്നു. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.